പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന വാസു 2 തവണയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കമ്മീഷണറായത്. 2018-ൽ ശബരിമലയിൽ യുവതീ പ്രവേശത്തിന് അനുകൂലമായ നീക്കങ്ങൾ നടത്തിയത് കമ്മീഷണറായിരുന്ന എൻ വാസുവാണ്. ഇപ്പോൾ നമുക്ക് ദൈവവിശ്വാസമില്ലാത്ത പലരും സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിച്ചു തുടങ്ങുന്നതാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ശബരിമല നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നത് സ്വർണ്ണപ്പാളി വിവാദമെന്നാണ്. ഇപ്പോൾ സ്വർണ്ണപ്പാളി കവർച്ച എന്ന് തന്നെ കൃത്യമായി പറയാവുന്ന രീതിയിൽ കാര്യങ്ങൾ പുരോഗമിച്ചിരിക്കുകയാണ്. അതിൽ ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് പോലീസ് ചോദ്യം ചെയ്യാനായി കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് മുൻ ദേവസ്വം പ്രസിഡന്റ് ശ്രീ എൻ വാസുവിനെയാണ്. ശ്രീ എൻ വാസു നേരത്തെ നമുക്കെല്ലാം വളരെ പ്രിയങ്കരനായ ഗുരുദാസ മിനിസ്റ്ററുടെ അഡീഷണൽ PS ആയിരുന്നു. അതിനുശേഷം അദ്ദേഹം വിജിലൻസ് ട്രിബ്യൂണലായിട്ട് നിയമിതനായി. വിജിലൻസ് ട്രിബ്യൂണലിൻ്റെ കാലാവധി കഴിഞ്ഞ ഉടനെ തന്നെ ദേവസ്വം കമ്മീഷണറായി, അതായത് ശബരിമല ദേവസ്വം കമ്മീഷണറായിട്ട് അദ്ദേഹം നിയമിതനാവുന്നു. അതിനുശേഷമാണ് പിന്നീട് ഈ ദേവസ്വം പ്രസിഡന്റ് പദവിയിലേക്ക് എത്തുന്നത്. അങ്ങനെ ഒരു വലിയ കാലഘട്ടം വളരെ പ്രധാനപ്പെട്ട സർക്കാർ പദവികളിൽ ഇരുന്ന ആളാണ് ശ്രീ എൻ വാസു. അപ്പോൾ ഈ ഒരു തരത്തിൽ അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കപ്പെടുക, ചോദ്യം ചെയ്യാൻ കസ്റ്റഡിയിലെടുക്കുക എന്നുള്ളത് ആലോചിക്കുമ്പോൾ തന്നെ ഈ വിഷയത്തിൽ വളരെ ഉന്നതമായ ബന്ധങ്ങൾ നമുക്ക് സ്വാഭാവികമായിട്ടും സംശയിക്കേണ്ടി വരുന്നു. കാരണം നേരത്തെ ഇതിൻ്റെ തുടക്കകാലത്ത് ഇപ്പോൾ നമ്മൾ തന്നെ പറഞ്ഞിരുന്നു, ഈ ചാനൽ തന്നെ പറഞ്ഞപ്പോൾ തന്നെ ആദ്യം ഇതിനെ ഒതുക്കി തീർക്കാൻ ശ്രമിച്ചത് അത് ഏതോ ഒരു പോറ്റി, ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി, അയാൾ പിന്നീട് ഇപ്പോൾ നമ്മളിപ്പോൾ പല അധോലോക കഥകളിലും പറയുന്ന പോലെ അയാൾ സ്പോൺസർ എന്നാണ് അറിയപ്പെടുന്നത്. അയാൾ സ്പോൺസറായിട്ട് അയാൾ 19-ൽ ഇത് 24-ൽ ഇത് കൊണ്ടുപോകാൻ ശ്രമിച്ചു, കൊണ്ടുപോയി എന്നാണ് പറയുന്നു. പക്ഷേ വീണ്ടും പുതിയ കഥകൾ വരുമ്പോഴാണ് 19-ൽ തന്നെ ഇതെല്ലാം കൊണ്ടുപോയി കഴിഞ്ഞു. അതായത് വലിയ സ്വർണം പൂശി വെച്ചിരുന്ന വാതിൽപ്പാളികളും ജനൽപ്പാളികളും ഒക്കെ തന്നെ 19-ൽ തന്നെ കൊണ്ടുപോയി. അതിൻ്റെ മുകളിൽ വീണ്ടും എന്തൊക്കെയോ പൂശിയാണ് ഇവിടെ വന്നത്. അതിൽ ബാക്കി സ്വർണം ഉണ്ടായിരുന്നു. ആ സ്വർണം കൊണ്ട് കല്യാണം നടത്തിക്കോട്ടെ എന്നൊക്കെ ഈ പോയിട്ട് ചോദിച്ചായിട്ടുള്ള കഥകളൊക്കെ പിന്നീടാണ് വരുന്നത്. അപ്പോൾ 19-ൽ തന്നെ ഇതെല്ലാം കൊണ്ടുപോയി കഴിഞ്ഞു. ആ കാലഘട്ടത്തിൽ ഏറ്റവും ശക്തനായ ബോർഡിനെ പൂർണ്ണമായി നിയന്ത്രിച്ചിരുന്നത് ഈ എൻ വാസു ആയിരുന്നു. അപ്പോൾ ആ കാലത്തുള്ള ബോർഡ് പ്രസിഡൻറ്റും പത്മകുമാറും സംശയത്തിൻ്റെ നീളിലേക്ക് പോകുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും അതേ പോയിട്ട് തന്നെ ഈ വാതിലും കട്ടിലൊക്കെ ഇളക്കിക്കൊണ്ടുപോയത്. അപ്പോൾ വീണ്ടും ഇന്നത്തെ ബോർഡും അതിൻ്റെ സംശയത്തിൻ്റെ പരിധിയിലാവുന്നു. ബോർഡ് പ്രസിഡൻ്റായിരുന്ന പ്രശാന്തും അതുപോലെ ബോർഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റുള്ളവരെല്ലാം തന്നെ സംശയത്തിൻ്റെ നിഴലിലാവുന്നു. അപ്പോൾ ഇത് വളരെ ചെറിയ ഒരു കാര്യമല്ല. അവിടെ നിന്നൊരു മോതിരം മോഷ്ടിച്ചോ മാല മോഷ്ടിച്ചോ അല്ല. അങ്ങനെയുള്ള പല കഥകളും നമ്മൾ കാണാറുണ്ട്. പലപ്പോഴും ഈ അമ്പലങ്ങളിൽ ശാന്തിമാരായിട്ടൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾ ചിലപ്പോൾ ദാരിദ്ര്യം കൊണ്ട് അവിടെ നിന്നുള്ള എന്തെങ്കിലും ഒരു സ്വർണ്ണ കമ്മലോ വല്ലതും എടുത്തുകൊണ്ട് എല്ലാ ഭണ്ഡാരത്തിൽ നിന്ന് 10 രൂപ എടുത്തെന്ന് പറഞ്ഞ് ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ആളുകളെ അങ്ങനെ മറ്റേ ശാന്തിക്കാരൊക്കെ പിരിച്ചു വിട്ട് നമുക്ക് കാണാം. അല്ലെങ്കിൽ അവിടെ വാങ്ങിയിട്ടുള്ള സാധനങ്ങൾ എടുത്ത് വീട്ടിൽ കൊണ്ടുപോയി അവിടെ പായസം വെക്കാനുള്ള അരി കൊണ്ടുപോയി വീട്ടിൽ കഞ്ഞി വെച്ച് കൊടുത്തു എന്നൊക്കെയുള്ള പഴയ കഥകൾ നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷേ ഇതതുപോലെയല്ല. ഇത് വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു കവർച്ചയാണ് നടന്നത്. ആ കവർച്ച നടന്നിരിക്കുന്നത് ഇപ്പോൾ 25-ലും അല്ല. ഈ കവർച്ച നടന്നിരിക്കുന്നത് 19-ലാണ്. 19-ൽ ഈ വലിയ തോതിലുള്ള കവർച്ച നടന്നു കഴിഞ്ഞു. അപ്പോൾ അതേ രീതിയിൽ തന്നെ വീണ്ടും 24-ലും ഇത് ആവർത്തിക്കാനുള്ള ശ്രമമായിരുന്നു ഇപ്പോൾ ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുകയും അന്വേഷണത്തിലേക്ക് വരികയും ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ കൊള്ള നടക്കുന്നത് 19-ലാണ്. അപ്പോൾ ആ കൊള്ളയുടെ തലവനെയാണ് ഇന്ന് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മളിപ്പോൾ പഴയ CID നസീർ സിനിമയിലൊക്കെ അവസാനം കൊള്ളത്തലവൻ്റെ മുഖംമൂടി അഴിക്കുമ്പോൾ ആരെയാണ് കാണുക? പലപ്പോഴും വല്ല ശാന്ത സ്വഭാവമായിട്ടുള്ള പ്രൊഫസറെയോ അല്ലെങ്കിൽ മറ്റേ ഡോക്ടറെയോ ഒക്കെ കാണുന്നത് പോലെ ആണ് ഇപ്പോൾ കഥകൾ
ഇപ്പോൾ ഈ ശബരിമല സ്വർണ്ണ കൊള്ളയുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വരുന്നത്. ഞാൻ ഈ നാട്ടിലേക്ക് വന്നത് തന്നെ ഇവിടുത്തെ കൊള്ളക്കൂട്ടത്തെയും അതിന്റെ നേതാവിനെയും കണ്ടുപിടിക്കാനാണ്. ഇതിനായി നിയോഗിക്കപ്പെട്ട CID ഓഫീസർ തമ്പി വളരെക്കാലം നിങ്ങളാടിയ കപട നാടകം അവസാനിച്ചു. തോക്ക് താഴെപ്പെട്ട് നിയമത്തിന് കീഴടങ്ങുന്നു. ഇനിയിപ്പോൾ ഈ എൻ വാസു തന്നെയായിരുന്നു ഇതിൻ്റെ തലവൻ, അല്ല അതിനു മുകളിലേക്കുള്ള വലിയ ഗൂഢസംഘങ്ങൾ ഇതിൽ പ്രവർത്തിച്ചിരുന്നു? എത്ര ഉന്നതന്മാരിലേക്ക് ഇത് എത്തിച്ചേരും? ഈ കാര്യങ്ങളൊക്കെ നമുക്കൊരു കോട്ടയം പുഷ്പാദിൻ്റെ നോവൽ പോലെ ഇനി കാണാനിരിക്കുന്നതേ ഉള്ളൂ.